സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 31, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇപ്പോൾ ടോക്കിയോയിൽ പാരാലിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കായിക താരങ്ങളും അവിടെ എത്തിയിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ്. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മൾ പ്രിപ്പറേഷൻ വേണ്ടി മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള അനൗൺസ്ഡ് ₹344 crore project to protect the ചെല്ലാനം കോസ്റ്റ്? ചെല്ലാനം തീരത്തെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ ഏത് വകുപ്പ് 344 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. 2021 ഓഗസ്റ്റ് 30 ഇറിഗേഷൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ ചെല്ലാനം തീരത്തെ സംരക്ഷിക്കുന്നതിനായി 344 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ആണ് ഈ ഫണ്ട് നൽകുന്നത്. തീരദേശത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ടെട്രാപോഡ്സ് തീരങ്ങളിൽ സ്ഥാപിക്കുകയും ഇതിനുവേണ്ടി നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ചെന്നൈയുമായിട്ട് ബന്ധപ്പെടും. ഹു ഓപ്പറേറ്റ്സ് ദി ടൂറിസ്റ്റ് ബോട്ട് വേഗ 2 ബിറ്റ്വീൻ ആലപ്പുഴ കുമരകം റൂട്ട്? ആലപ്പുഴ കുമരകം റൂട്ടിൽ വേഗ 2 AC നോൺ AC എന്ന ടൂറിസ്റ്റ് ബോട്ട് ആരാണ് നടത്തുന്നത്? കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് SWTD. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴ കുമരകം റൂട്ടിൽ വേഗ 2 AC നോൺ AC ടൂറിസ്റ്റ് ബോട്ടുകൾ ലോഞ്ച് ചെയ്തു. സാധാരണ ഓർഡിനറി ഫെറീസിന് 12 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ വേഗത. എന്നാൽ വേഗ 2ന് 25 കിലോമീറ്റർ വേഗതയിൽ നീങ്ങാൻ സാധിക്കും. ആലപ്പുഴ മുതൽ കുമരകം വരെയുള്ള ഈ ബോട്ട് സർവീസിൽ പുന്നമട, മുഹമ്മ, കായ്പുരം, പാതിരാമണൽ എന്നിവ കൂടി ബന്ധിപ്പിക്കുന്നുണ്ട്. Which number series has been introduced by the central government to avoid re-registration of vehicles in interstate use? അന്തർ സംസ്ഥാന ഉപയോഗത്തിൽ വാഹനങ്ങളുടെ പുനർ രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ഏത് നമ്പർ സീരീസ് അവതരിപ്പിച്ചു? BH സീരീസ്. 1989 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് റൂൾ 47 ഭേദഗതി വരുത്തിക്കൊണ്ട് അന്തർ സംസ്ഥാന ഉപയോഗത്തിൽ വാഹനങ്ങളുടെ പുനർ രജിസ്ട്രേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി BH സീരീസ് അവതരിപ്പിച്ചു. BH സീരീസിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് ഓരോ 2 വർഷത്തിൽ റോഡ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓടിക്കാം. വീണ്ടും ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Which company won the contract for manufacturing of integrated anti-submarine warfare defense suit for the Indian Navy? ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്റഗ്രേറ്റഡ് ആന്റി സബ്മറൈൻ വാർഫെയർ ഡിഫൻസ് സൂട്ട് നിർമ്മിക്കുന്നതിനുള്ള കരാർ ലഭിച്ചത് ഏത് കമ്പനിക്കാണ്? മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്. മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡിനെ 1349.95 കോടി രൂപയ്ക്ക് ഇന്ത്യൻ നേവിക്ക് വേണ്ടി 14 ഇന്റഗ്രേറ്റഡ് ആന്റി സബ്മറൈൻ വാർഫെയർ ഡിഫൻസ് സൂട്ട് ഉള്ള കരാർ ലഭിച്ചു. What is the record throw of Paralympic gold winner സുമിത് ആന്റിൽ in javelin? ജാവലിനിൽ പാരാലിമ്പിക് സ്വർണ്ണ ജേതാവ് സുമിത് ആന്റിലേക്ക് റെക്കോർഡ് ത്രോ എത്രയാണ്? 68.55 മീറ്റർ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 68.55 മീറ്റർ എറിഞ്ഞുകൊണ്ട് സുമിത് ആന്റിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. F64-44 എന്ന ക്ലാസിഫിക്കേഷനിലാണ് സുമിത് ആന്റിൽ മത്സരിച്ചത്. സ്വന്തം വേൾഡ് റെക്കോർഡ് തകർത്തുകൊണ്ടാണ് സുമിത് 68.55 മീറ്റർ എറിഞ്ഞുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചത്. Who became the first Indian woman to win a gold medal at the Paralympics? പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവാനി ലഖാര. ടോക്കിയോ പാരാലിമ്പിക്സിൽ
ഷൂട്ടർ അവാനി ലഖാര ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതി കൂടി അവാനി ലഖാര കരസ്ഥമാക്കി. വുമൻസ് 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് ഈവന്റിലാണ് അവാനി ലഖാര പങ്കെടുത്തത്. അവാനി ലഖാര ഇപ്പോൾ 4ാമത്തെ ഇന്ത്യൻ അത്ലറ്റാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നത്. ഇതിനു മുമ്പ് മുരളികാന്ത് പേട്കർ 1972, ദേവേന്ദ്ര ജജാരിയ 2004 2016 ഈ വർഷം വെള്ളി മെഡൽ ആണ് ദേവേന്ദ്രക്ക് ലഭിച്ചത്. 3ാമത്തെ വ്യക്തി തങ്കവേലു മാരിയപ്പൻ 2016. Who won silver medal in the men's discus throw F56 event in the Paralympics? പാരാലിമ്പിക്സിൽ പുരുഷ ഡിസ്കസ് ത്രോ F56 ഇനത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? യോഗേഷ് കത്തൂനിയ. പാരാലിമ്പിക്സ് പുരുഷ ഡിസ്കസ് ത്രോ F56 ഇനത്തിൽ യോഗേഷ് കത്തൂനിയയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു. ബ്രസീൽ താരവും വേൾഡ് ചാമ്പ്യനും വേൾഡ് റെക്കോർഡ് ഹോൾഡറുമായിട്ടുള്ള ക്ലോഡിനെ ബാറ്റിസ്റ്റ ഡോസ് സാന്റോസിന് സ്വർണ്ണ മെഡലും ക്യൂബൻ താരമായിട്ടുള്ള ലിയോണാർഡോ ഡയസ് അൽഡാനയ്ക്ക് ബ്രോൺസും ലഭിച്ചു. In which event Devendra Singh Jajariya clinched silver and Sundar Singh Gurjar finished with bronze in Tokyo Paralympics? ടോക്കിയോ പാരാലിമ്പിക്സിൽ ദേവേന്ദ്ര ജജാരിയ വെള്ളിയും സുന്ദർ സിംഗ് ഗുർജാർ വെങ്കലവും നേടിയത് ഏത് ഇനത്തിലാണ്? ജാവലിൻ ത്രോ F46. ടോക്കിയോ പാരാലിമ്പിക്സിൽ ദേവേന്ദ്ര ജജാരിയ വെള്ളിയും സുന്ദർ സിംഗ് ഗുർജാർ വെങ്കലവും നേടിയത് ജാവലിൻ ത്രോ F46 ഇനത്തിലാണ്. ദേവേന്ദ്ര ജജാരിയയ്ക്ക് ഇത് 3ാമത്തെ മെഡൽ ആണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ദേവേന്ദ്ര ജജാരിയയ്ക്ക് സ്വർണ്ണ മെഡൽ ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ഓഗസ്റ്റ് 31 ഹരി മേർഡേക്ക എന്ന പേരിൽ മലേഷ്യ നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.